അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ. പ്രതിസന്ധി ഘട്ടത്തിൽ പ്രയാസത്തിൽ പെട്ട് നട്ടം തിരിയുമ്പോൾ, വിഷമഘട്ടത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് പരിധിയില്ലാതെ ഈ ദിക്റിനെ ധാരാളം ചൊല്ലുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാം സലാമത്താക്കും. വളരെയേറെ പ്രയാസം അനുഭവിക്കുന്നവർ, വിഷമിക്കുന്നവർ ഒരുപാട് പേർ പെട്ടെന്ന് അവരുടെ വിഷമങ്ങൾ മാറിക്കിട്ടി. അതുപോലെ തന്നെ അവരുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പരിഹാരം കണ്ട ഒരു ദിക്റാണ്. അത് എല്ലാവരും വിഷമഘട്ടത്തിൽ നല്ല മനസ്സോടെ ചൊല്ലുക, ധാരാളം ചൊല്ലുക, പരിധിയില്ലാതെ ചൊല്ലുക. നിങ്ങളുടെ ആ വിഷമങ്ങൾ തീരുന്നതുവരെ പെട്ടെന്ന് അല്ലാഹു തആല സലാമത്താക്കി തരും. ആമീൻ. അല്ലാഹു നമ്മൾക്കെല്ലാവർക്കും ആഫിയത്തും ഖൈറും ഇസ്സത്തും ബറക്കത്തും റഹ്മത്തും നൽകട്ടെ. ആമീൻ. ദിക്ർ യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. മറ്റൊന്ന് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പ്രിയപ്പെട്ടവരെ, യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് എന്നത് അല്ലാഹുവിൻ്റെ പേരാണ്. ഇത് ഇസ്മുൽ ആളമാണെന്ന് പല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന അല്ലാഹുവിൻ്റെ മഹത്തായ നാമമാണ് ഇസ്മുൽ ആളം. വളർമയും ആദരവും ഉടയവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഒരു ഹദീസിൽ കാണാം, യാ ദൽ ജലാലി വൽ ഇക്റാം എന്നതുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊള്ളുക. ഈ ഇസ്മ ചൊല്ലൽ പതിവാക്കിയാൽ അയാൾക്ക് അല്ലാഹു ചോദിച്ചതെല്ലാം കൊടുക്കും. പ്രിയപ്പെട്ടവരെ, അതുപോലെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ ദിക്റാണ്. യൂനുസ് നബി മത്സ്യവയറ്റിൽ നിന്ന് ചൊല്ലിയ ദിക്റാണ് ഇത്. ഇതും ഇസ്മുൽ ആളമാണെന്ന് പല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഈ രണ്ട് ദിക്റുകൾ ചൊല്ലി ആര് പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് ഉടനെ ഉത്തരം കിട്ടാതിരിക്കില്ല. രണ്ടും അമൂല്യമായ, മഹത്വമേറിയ, ശ്രേഷ്ഠതകളേറിയ ദിക്റുകളാണ്. എല്ലാവരും ചൊല്ലുക. അല്ലാഹു ഈ ദിക്ർ ചൊല്ലാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോ വേണമെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തുക.